ഹലോ. പിന്നെ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ, കുറേ നിങ്ങളൊക്കെ അറിഞ്ഞാണെന്ന് വിചാരിക്കും. നമ്മൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അപ്പോൾ നമ്മളിനിയിപ്പോൾ പാലക്കാട് ആരുമില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഈ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നാണ്. അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനായി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 മാസം അങ്ങോട്ട് ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഉമ്മേനി അവിടെ ഉമ്മ ഇല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഉപ്പ അനിയന്മാർ മാത്രമല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ടേ തിരിച്ച് പോകാൻ വിചാരിച്ച്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഒതുക്കാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും സെറ്റാക്കിയൊക്കെ വലിച്ചിട്ട് ഇതൊക്കെ അഴിക്കണം. സ്റ്റുഡിയോ റൂമൊക്കെ ആയിരുന്നു. ഇനി അതൊക്കെ അയക്കണം, അയച്ചു കൊണ്ടുപോകണം. എല്ലാവരും പിന്നെ കമന്റ് ഇട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ അസുഖം എന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് ഞങ്ങൾക്കും എന്താ അസുഖം എന്നറിയില്ല. ലിവറിന്റെ പ്രശ്നമായിരുന്നു, ഇത്ര അറിയുള്ളൂ. ലിവറിന്റെ ചെറിയ എന്തോ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി എന്നും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിന്നെ എന്തായാലും ഞങ്ങൾ ഇനി പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു പോകും. ഇനി ഞങ്ങൾ അവിടെ ഉണ്ടാകുക, അവിടെ തന്നെ. അതെ, ഇനിയുള്ള വീഡിയോസ് ഒക്കെ അവിടെ നിന്നായിരിക്കും വരിക. പിന്നെ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ആവണം, ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ചെയ്ത് വരാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് എന്തായാലും പോവുകയാണ്. സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാളെ അനിയൻ വരും വണ്ടിയും കൊണ്ട്. അങ്ങനെ കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ട്രോളി ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിതാ ഇതൊക്കെ ഒന്ന് ബാഗിലാക്കി വെക്കാനുണ്ട്. എൻ്റെ വീഡിയോ എടുക്കുന്നതും അതൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മളെ സ്റ്റുഡിയോ റൂമായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തായി കേട്ടോ. കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അത് അവിടെയും കുറേ വലിച്ചിട്ടുണ്ട്. ഈ റൂമിലും അതേപോലെ തന്നെ ചവറാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. കട്ടിലൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വരും നാളെ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇവിടെ. ഫ്രിഡ്ജ്, അതെ, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വാങ്ങി. അതേപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ച് കൊണ്ടുപോകുക. ഇത് രണ്ടും എൻ്റെ വീട്ടിലേക്ക് വെക്കും. കട്ടിൽ ഞങ്ങൾ പാലക്കാട്ടേയും കൊണ്ടുപോകും. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ പാത്രങ്ങളുണ്ടല്ലേ, സംഭവങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇച്ചിരി അന്ന് വെച്ച് പോയ സാധനങ്ങൾ വരെ കേട് വന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നല്ലേ ഈ സംഭവമൊക്കെ ഉണ്ടായപ്പോൾ ഓടിക്കതിച്ച് പോയത്. അപ്പോൾ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ അത്രയും ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ കിട്ടിയ പാലൊക്കെ അതിനൊക്കെ തൈരൊക്കെ ആയി. ഇനിയൊക്കെ കളയാനേ പറ്റൂ അല്ലേ. അടിയിലാക്കുന്ന അതൊക്കെ കളഞ്ഞോളി, അതൊന്നും ഒന്നിനും പറ്റൂല. അതുപോലെ തന്നെ ഞാൻ അതൊക്കെ കളഞ്ഞോളി, ഇനി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എത്ര ദിവസമായി ഇങ്ങനെ കിടക്കുന്നത്. കളയി, മോളത്തൊന്നും കളയണ്ട, മുട്ട എടുത്തോളി. ആക്കൊന്നും എന്തൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. എത്ര ദിവസമായി, കുറേ ദിവസത്തിന് ശേഷമാണ്. അത് വേണം നടന്നോട്ടെ, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ടിക്ടൊന്നും കിടന്നിണ്ടാവില്ല. അങ്ങനെ ഈ ചെമ്പിന് എന്തെങ്കിലും ചോറ് കിടന്ന് പഠിച്ചോനെ, എനിക്ക് കാണണ്ട. പിന്നെ ആ കറിവേപ്പില എൻ്റെ തൈരൊക്കെ കണ്ടില്ലേ, ഒക്കെ ഒരു കഥാണ്. അടുക്കള നിറച്ചും പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ട്. വേസ്റ്റ് എല്ലാം ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വേസ്റ്റ് കളയാൻ വേണ്ടി പോയിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ ഒഴിവാക്കി ഫ്രിഡ്ജ് തുടയ്ക്കണം കേട്ടോ. നമ്മൾ വീടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിനും പറ്റിയില്ല. കണ്ടോ ആടെയുള്ള ഡ്രസ്സൊക്കെ മടക്കിയിട്ടുണ്ട്. ഒരു അൽക്കുലത്തായിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഞാൻ വീട് കാണിച്ചു തരാം. ഇതാട്ടോ ചെറിയൊരു ഫ്രണ്ടായിട്ട് ആണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മോൾ ഭാഗം. വേസ്റ്റ് കളയാൻ പോണ്. ഇതാണ് നമ്മളെ അപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഇങ്ങനെ കയറുമ്പോൾ ചെറിയൊരു ഹാളായിട്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ റൂം, പിന്നെ ഇവിടെ ടോയ്ലറ്റ്. ഇതായിരുന്നു നമ്മളെ സ്റ്റുഡിയോ റൂമാക്കി. 2 ഭാഗം ഓപ്പോസിറ്റായിട്ട് 2 റൂം, പിന്നെ ഒരു കിച്ചണ്. പിന്നെ ഇവിടെ നല്ല രസമായിരുന്നു, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു.
സാധനങ്ങളൊക്കെ ഒരുവിധം ആക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. അടുക്കളയിലൊക്കെ ഇതാ ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യാ, 1 മാസത്തേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താ. സാധനങ്ങളൊക്കെ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ കുറേ ഫ്രണ്ടിലെത്തി കുറച്ച് പുരയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് പുരയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടിലേക്കുള്ളൊക്കെ പാർസലാക്കിയത് ഓട്ടോയിൽ കൊണ്ടുപോകണം. ഇന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നായിരുന്നു. ഒരുവിധം സാധനങ്ങളൊക്കെ ഒതുക്കിച്ച് വീട്ടിലേക്കുള്ള സാധനം ഓട്ടോയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പുറകെ ഞങ്ങളും വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കിടന്ന് ഇപ്പോൾ രാവിലെ തിരിച്ച് അങ്ങോട്ട് ഒതുകത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അനിയന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ പാലക്കാട്ടേക്ക് പോകാം കേട്ടോ. ഇത് പിടിക്കേ, കോട്ട് പിടിക്കേ. കോട്ട് പിടിക്കാൻ പറ്റൂല. അപ്പം ഞങ്ങൾ ഒതുകത്തേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാനുണ്ട്. എല്ലാം അങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ്. ഏത് ഇതൊക്കെ ശരി തരി. ബൾബ് ബാഗിൽ ഒക്കെ ബൾബൊക്കെ ബാഗിൽ വെക്കാൻ പറ്റും. തരി. നോക്ക്, ഞങ്ങളെ സ്റ്റുഡിയോൻ്റെ ഇത് ഊരാൻ പോകുന്നു. കത്തിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചല്ലോ. എടുത്ത് വെച്ച് പോയി നോക്ക്. മറ്റേ എന്തെങ്കിലും നമ്മളെ കാർപ്പറ്റൊക്കെ ചുരുട്ടി ചുരുട്ടി എടുക്കുന്നു. എല്ലാ സാധനവും താഴോട്ടേക്ക് ഇറക്കിക്കുന്നുണ്ടോ, കാണിച്ചു തരാം. ഇതാ എല്ലാ സാധനവും വണ്ടിയിൽ എല്ലാം കാലിയാക്കിയതാ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എല്ലാം എടുത്ത് ഫുൾ കാലി. അറിയില്ല, ചോദിച്ചു നോക്കാം. പിന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എടുക്കാൻ വണ്ടി വരും. എവിടെയും കഴിഞ്ഞാൽ ഒക്കെ ഇനി വീട്ടിലേക്കുള്ളത്. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കെട്ടുന്നു. ഒരാൾ വേക്കിൽ ആളെ നിന്നോളി, ആളെ തിരിറങ്ങ. അപ്പം ഇനി ഞങ്ങൾ ഉദയോത്തുനിന്ന് അങ്ങോട്ട് പോവുകയാണ്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി, എല്ലാ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഓൾ സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ മീനും കൂടി എടുക്കാനുണ്ട്. അപ്പം നേരെ ഞങ്ങൾ പോവുക. നല്ല മഴയുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ മഴയൊക്കെ പെയ്യുന്നത്. പോവുകയാണ്. എല്ലാം ഒഴിവാക്കി വന്നപ്പോൾ എങ്ങനെയാണുള്ളത് അതേ അവസ്ഥയിൽ തന്നെ ഇതാ വീണ്ടും മീനിനൊക്കെ കൊടുത്ത് ആ മീനിനെയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ട് വാങ്ങി നിങ്ങളെ മീനാ അല്ലേ? അത് തരാം. അതൊരു കവർ ഉണ്ടായി. ഇത് ജനലൊക്കെ അടിക്കുന്നു, വാതിലൊക്കെ അടിക്കുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. ഇതാണ് ഹാള്, ഇത് കിച്ചൺ. എന്ത് അതിലൊക്കെ അടിച്ചു. ഞങ്ങളിനി പോവുകയാണ്. എല്ലാം എടുത്തില്ലേ? ഇറങ്ങട്ടെ. 2 മാസം അതിലിട്ട് അതൊക്കെ ബാഗിലിടും.
അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങാം. ഇറങ്ങാണ്. വീണ്ടും പാലക്കാടത്തെ വിശേഷങ്ങളുമായി നമ്മൾ കാണാം. അപ്പം ഇനി ബാക്കിയുള്ള കാടെത്തിയിട്ടോ അന്ന് വേണ്ട. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.